ശശി തരൂർ MP അധ്യക്ഷനായ പാർലമെന്റിന്റെ വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഇന്ന് യോഗം ചേരും. ബംഗ്ലാദേശ് നയതന്ത്ര ബന്ധം പ്രധാന ചർച്ചാ വിഷയമാകും. അതേസമയം പ്രധാനമന്ത്രിയെ പ്രശംസിച്ചതിന് കോൺഗ്രസ് നേതാക്കൾ തരൂരിനെതിരെ വിമർശനം കടുപ്പിക്കുകയുമാണ്. ജിഷ്ണു കൃഷ്ണൻ ചേർന്ന വിവരങ്ങളുമായി. ജിഷ്ണു, അങ്ങനെ ഒളിഞ്ഞു തെളിഞ്ഞുമൊക്കെ വിമർശനങ്ങൾ പലതും വരുന്നുണ്ട്, പക്ഷെ നടപടിയൊട്ട് എടുക്കാനും പറ്റുന്നില്ല എന്ന് പറയുന്നൊരു സാഹചര്യമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് ഈ വിഷയത്തിൽ. പക്ഷേ തരൂരാകട്ടെ പറയാനുള്ളത് പറയും, ശരിയെന്ന് തോന്നുന്നത് പറയുക തന്നെ ചെയ്യും എന്ന മട്ടിൽ മുന്നോട്ട് പോവുകയുമാണ്. ഏതായാലും ഇന്ന് യോഗം ചേരുമ്പോൾ, പാർലമെന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചേരുമ്പോൾ എങ്ങനെയാണ് ഈ ബംഗ്ലാദേശ് നയതന്ത്ര വിഷയം ചർച്ചയായി വരിക? മറ്റു വിവരങ്ങൾ കൂടി ജിഷ്ണു. വീണ, നമസ്തേ. ഗുഡ് മോർണിംഗ്. ശശി തരൂർ അധ്യക്ഷനായിട്ടുള്ള പാർലമെന്റിന്റെ വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണ് ഇന്ന് യോഗം ചേരുന്നത്. യോഗത്തിൽ ബംഗ്ലാദേശ് എന്ന അയൽരാജ്യവുമായും ഭാരതം സ്വീകരിക്കുന്ന നയതന്ത്ര ബന്ധം സംബന്ധിച്ചുള്ള കൂടുതൽ ചർച്ചകൾ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുന്നു. ഒപ്പം നിലവിൽ പഹൽഗാം ഭീകരാക്രമണവും ഓപ്പറേഷൻ സിന്ദൂറിനും ശേഷം പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുന്ന നയതന്ത്ര നടപടികൾ, രാജ്യത്തിൻ്റെ വിദേശകാര്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു വിഷയങ്ങളിലെ ചർച്ചകളാണ് ആ യോഗത്തിൽ ഉണ്ടാവുക. അതിനപ്പുറത്തേക്ക് വീണ ചൂണ്ടിക്കാട്ടിയതുപോലെ ശശി തരൂരുമായി ബന്ധപ്പെട്ട് ഒരു വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ ഉന്നയിക്കുന്നുണ്ട്. നേരത്തെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കേന്ദ്ര സർക്കാരിനെയും പ്രശംസിച്ചുകൊണ്ടുള്ള പ്രതികരണങ്ങളും ലേഖനങ്ങളുമെല്ലാം ശശി തരൂരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നെങ്കിലും ശശി തരൂരിനെ പിണക്കുന്ന പ്രതികരണങ്ങളൊന്നും തൽക്കാലം വേണ്ട, അനുനയിപ്പിച്ച് കൂടെ നിർത്താമെന്നൊരു നിലപാടായിരുന്നു കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിനുള്ളത്. കാരണം രാജ്യത്ത് ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു നേതാവ്, തിരുവനന്തപുരത്ത് നിന്നുള്ള MP, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പിണക്കി മാറ്റി നിർത്തേണ്ട, അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് പുകച്ചു പുറത്തു ചാടിക്കേണ്ട എന്നൊരു നിലപാട് ആദ്യം കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിനുണ്ടായിരുന്നു. പക്ഷേ തുടർച്ചയായി കോൺഗ്രസിനകത്ത് നിന്നുകൊണ്ട് പ്രധാനമന്ത്രിയെ അനുകൂലിക്കുന്ന, അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ വിദേശ രാഷ്ട്രീയങ്ങളിലെ ഇടപെടൽ, വിദേശ രാഷ്ട്രങ്ങളിൽ അദ്ദേഹത്തിനുള്ള സ്വാധീനം, അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ, പ്രവർത്തനത്തിലെ ഊർജ്ജം എന്നിവയെല്ലാം ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ദിവസങ്ങളിൽ ദ ഹിന്ദുവിൽ ശശി തരൂരിൻ്റെ ലേഖനം പുറത്തു വന്നിരുന്നു. ഒപ്പം അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത് തനിക്ക് ബോധ്യമുള്ള കാര്യങ്ങളാണ്, ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളാണ് ഇത്തരത്തിലൂടെ പ്രതികരണങ്ങളായി വ്യക്തമാക്കുന്നത് എന്ന് ശശി തരൂർ വ്യക്തമാക്കുമ്പോൾ കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തുനിന്ന് തരൂരിനെതിരെയുള്ള വിമർശനം കടുപ്പിക്കുകയാണ്. വിഷയത്തിൽ ആദ്യമായി കഴിഞ്ഞ ദിവസം ഖാർഗെയുടെ ഭാഗത്തുനിന്ന്, കോൺഗ്രസ് അധ്യക്ഷൻ്റെ ഭാഗത്തുനിന്ന് തരൂരിനെ ഉന്നം വെച്ചുകൊണ്ടുള്ള പ്രതികരണം ഉണ്ടായിരുന്നു. അതായത് കോൺഗ്രസ്സിന് രാജ്യമാണ് പ്രധാനം, എന്നാൽ മറ്റു ചിലർക്ക് മോദിയാണ് പ്രധാനം, രാജ്യം രണ്ടാമതാണ് എന്ന ശശി തരൂരിനെ ഉന്നം വെച്ചുകൊണ്ടുള്ള പ്രസ്താവന ഖാർഗെ നടത്തുന്നു. അതിന് പിറകെയും മാണിക്കം ടാഗോർ ആണെങ്കിലും KC വേണുഗോപാൽ, സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും ഉൾപ്പെടെയുള്ളവർ ശശി തരൂരിനെതിരെ വിമർശനവും ഇത്തരത്തിൽ പരോക്ഷമായിട്ടുള്ള വിമർശനങ്ങളും എക്സിലെ സമൂഹ മാധ്യമങ്ങളിലെ പോസ്റ്റുകളുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഇനി ശശി തരൂരിൻ്റെ നിലപാട് എന്തായിരിക്കും എന്നുള്ളത് ഏറെ നിർണായകമായിരിക്കും. പ്രത്യേകിച്ച് കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പുമെല്ലാം അടുത്തിരിക്കുകയാണ്. അത്തരത്തിൽ ആ ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലേക്ക്, തെരഞ്ഞെടുപ്പിൻ്റെ ചൂടിലേക്ക് കടക്കാനിരിക്കുകയും കേരളത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള ശശി തരൂരിൻ്റെ നിലപാട് എന്തായിരിക്കും, ഈ പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള നേതൃത്വത്തിനെതിരെയുള്ള വിമർശനവും ദേശീയ നിലപാടുകൾ ഉയർത്തി പിടിച്ചുകൊണ്ടും ഭാരത സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ പ്രശംസിച്ചുകൊണ്ടുമുള്ള പോരാട്ടം ശശി തരൂർ തുടരുമോ, അതല്ലെങ്കിൽ കോൺഗ്രസ് വിട്ട് പുതിയൊരു വഴിയിലേക്ക് തരൂർ പോകുമോ എന്ന ചോദ്യമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഉയർന്നു കേട്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ശശി തരൂർ ഇന്ന് ഡൽഹിയിലുണ്ട്. നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ പാർലമെന്ററിയുടെയും വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കും. അതിനു മുൻപായി തരൂരിൻ്റെ പ്രതികരണം തേടാൻ തീർച്ചയായും നമ്മൾ ശ്രമിക്കുന്നുണ്ട്. മുൻപ് ഇത്തരത്തിൽ ഈ പ്രധാനമന്ത്രിയെ പ്രശംസിക്കുന്നതും ഒപ്പം അതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് ഉയരുന്ന വിമർശനവുമെല്ലാം ചൂണ്ടിക്കാട്ടിയപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞത് അതൊന്നും BJPയിൽ ചേരുന്നു എന്നുള്ള സൂചനകളല്ല, തനിക്ക് ബോധ്യമുള്ള ശരിയെന്ന് തോന്നുന്ന പ്രസ്താവനകളാണ്, പ്രതികരണങ്ങളാണ് നടത്തിയത് എന്നായിരുന്നു ശശി തരൂർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് കോൺഗ്രസ് നേതാക്കൾ, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവെന്ന ചുമതലയുള്ള രാഹുൽ പോലും മധ്യപ്രദേശിലെ ഉൾപ്പെടെ പൊതുവേദികളിൽ രാജ്യത്തിൻ്റെ സൈന്യത്തിനെയും ഭാരതത്തിൻ്റെ സർക്കാരിനെയും, നമ്മുടെ രാജ്യത്തിൻ്റെ സർക്കാരിനെയും താഴ്ത്തിക്കെട്ടിക്കൊണ്ടും അപമാനിച്ചുകൊണ്ടുമുള്ള പ്രസ്താവന നടത്തിയെങ്കിൽ ശശി തരൂർ എന്ന കോൺഗ്രസ് നേതാവ്, എന്ന MP വിദേശ വേദികളിൽ പോലും ഭാരതത്തിൻ്റെ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുകയും അത് ഉയരെ പറയുകയും അത് ഉറക്കെ പറയുകയും ചെയ്തിട്ടുള്ള നേതാവാണ്. അതുകൊണ്ട് തന്നെ വലിയ അസഹിഷ്ണുത നിലവിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്, പ്രത്യേകിച്ച് സോണിയ ഉൾപ്പെടെയുള്ള ഹൈക്കമാൻഡ് നേതൃത്വത്തിന് ശശി തരൂരിനോടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നേതൃത്വത്തിൻ്റെ അറിവോടുകൂടി തന്നെയാണ് നിലവിൽ മാണിക്കം ടാഗോർ ഉൾപ്പെടെയുള്ളവർ ശശി തരൂരിനെതിരെ ഇത്തരത്തിൽ പരോക്ഷ വിമർശനവും രംഗത്തെത്തിയിട്ടുള്ളത്. നേരത്തെ തരൂരിൻ്റെ തന്നെ
എക്സ് പോസ്റ്റ് പരിശോധിക്കുമ്പോൾ പറക്കാൻ ആരുടെയും അനുവാദം ആവശ്യമില്ല എന്നും ആകാശം ആരുടെയും സ്വന്തമല്ല, ചിറകുകൾ നിങ്ങളുടേതാണ് എന്നൊരു പോസ്റ്റ് തരൂർ പങ്കുവച്ചിരുന്നു. അതിന് മറുപടിയായി ആകാശം അത്ര സുരക്ഷിതമല്ല, പരുന്തുകളും കഴുകന്മാരും വേട്ടയാടാനുണ്ടാകും എന്നായിരുന്നു കോൺഗ്രസ് നേതാവും എം പിയുമായിട്ടുള്ള മാണിക്കം ടാഗോർ എക്സിലൂടെ തന്നെ പ്രതികരിച്ചത്. ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, കോൺഗ്രസിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ തരൂർ ഇത്തരത്തിലുള്ള പ്രവർത്തനം തുടരുമോ അതല്ലെങ്കിൽ പുതിയ വഴി വെട്ടുമോ എന്നുള്ളതാണ്. വീണ.